അമ്മേ ശരണം, ദേവി ശരണം. ശ്രീ വടക്കേപ്പുരക്കൽ ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ഈ അമ്പലത്തിൻ്റെ തിരുമുറ്റത്തുള്ളത്. അതിൻ്റെ ഭാരവാഹികളാണ് നിങ്ങൾ ഈ കാണുന്ന ആളുകളെല്ലാവരും തന്നെ. നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്. ട്രസ്റ്റി ആയിട്ടുള്ള ശ്രീ സുനിൽകുമാർ അവർകളായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സുനിയുടെ പറയൂ, ഏകദേശം എത്ര വർഷത്തെ പഴക്കമാണ് ഈ അമ്പലത്തിനുള്ളത്? ഇത് വർഷത്തെ പഴക്കം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 500 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒരുപാട് തലമുറ മുമ്പേയുള്ള ഒരു സംഗതിയാണ് ഈ ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ സങ്കല്പങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഭുവനേശ്വരി ദേവിയുണ്ട്, അതുപോലെ തന്നെ ഭദ്രകാളി, പിന്നെ ഗുരുമുത്തപ്പൻ, കരിങ്കുട്ടി, ഹനുമാൻ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അടുത്ത് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള നാഗങ്ങളുടെ പ്രതിഷ്ഠ നമ്മളിപ്പോൾ അടുത്ത വർഷം ഇവിടെ നടത്തുകയുണ്ടായി. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാലങ്ങളായിട്ട് ഇവിടെ ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി വരുന്നതാണ്. ഈ വർഷത്തെ ഉത്സവം നമ്മളിപ്പം മാർച്ച് 29, 30, 31 തീയതികളിലാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. തറ, മുത്തപ്പൻ വെള്ളാട്ട്, ഭഗവതി തറ, കരിങ്കുട്ടിത്തറ, ഹനുമാൻ തറ, നാഗാളിത്തറ എന്നീ തിറകളും ഞങ്ങൾ എല്ലാ കൊല്ലവും നടത്തി വരുന്നതാണ്. അത് ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ 29 തീയതിയാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ്. 29 തീയതി 5 മണിയോടുകൂടി സർപ്പബലി ആരംഭിക്കും. അത് കഴിഞ്ഞ് 30 തീയതി രാവിലെ ഗണപതി ഹോമം 5 മണിക്ക് തുടങ്ങി. പിന്നെ പ്രതിഷ്ഠാദിന പൂജകൾ. അത് കഴിഞ്ഞ് 11 മണിക്ക് കലങ്കരി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എല്ലാ സ്ത്രീകളും കലങ്കരി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടത്താറുണ്ട്. അത് ഉച്ചയ്ക്ക് അതിൻ്റെ പ്രസാദം പൂജ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയും, അത് പൊങ്കാല എന്ന ഒരു രീതിയിലാണ് നമ്മളത് ചെയ്തു വരുന്നത്. അതിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് വീടുകളിൽ ഒക്കെ തന്നെ വലിയ ഐശ്വര്യം നിലനിൽക്കും ഒരു വർഷത്തേക്കുള്ള. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ജോലി, ഇതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഐശ്വര്യപ്രദമായ ഒരു വഴിപാടാണ് ദേവിക്ക് സമർപ്പിക്കുന്നത് ഈ കലങ്കരി എന്ന് പറയുന്നത്. ധാരാളം സ്ത്രീകൾ ആ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാറുണ്ട്. അത് ഒരു 12 മണിയോടുകൂടി അത് അവസാനിക്കും. പിന്നെ അന്നദാനമുണ്ട്. ഒരു 1000 ആളുകൾക്കുള്ള ഭക്ഷണം നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 6 മണിക്ക് താലപ്പൊലി, കലശത്തിനുള്ള എഴുന്നള്ളത്ത്, മറ്റു കാര്യങ്ങളും. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭഗവതി തറ, അതുപോലെ കരിങ്കുട്ടിത്തറ, നാഗാളിത്തറ, ഹനുമാൻ തറ എന്നീ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ 4 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ട് 30 തീയതി ഉണ്ട് വൈകുന്നേരം. അത് കഴിഞ്ഞിട്ടാണ് കലശത്തിന് പുറപ്പെട്ടു പോകുന്നത്. പിന്നെ പുലർച്ചെ 4 മണിക്ക് അരിത്താൽപ്പലി, അതുപോലെ തന്നെ കുടിയൂട്ടൽ രാവിലെ ഒരു 6 മണി ആകുമ്പോഴേക്ക് സമാപിക്കും. ഇത്രയാണ് ഇവിടെ നടന്നു വരുന്ന കാര്യങ്ങൾ. ഈ എല്ലാ വർഷങ്ങളിലും അമ്പലത്തിലുണ്ടാകുന്ന പൂജയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാം. അതിപ്പോൾ രാവിലെ നമ്മൾ ഉത്സവത്തിൻ്റെ കാര്യമായിട്ട് തുടങ്ങുന്നത് രാവിലെ പ്രതിഷ്ഠാദിന പൂജകളാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കലങ്കരി പൂജ. അത് ഒരു 11 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 12 മണി 1 മണി വരെ ഉണ്ടാവും. പിന്നീട് വൈകുന്നേരത്തുള്ള ഒരു അത്താഴ പൂജ, കലശത്തോടൊപ്പം നടത്തുന്ന പൂജകളാണ്. പിന്നെ എല്ലാ മാസം തോറും മാസപൂജകൾ നടത്താറുണ്ട്. അതിന് ഒരുപാട് വഴിപാടുകൾ ആയിട്ട് പൂജകൾ ഇവിടെ പല ആളുകളും ചെയ്തു പോരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ സാധാരണ വിളക്ക് കാര്യങ്ങളൊക്കെ വെച്ച് മറ്റ് വഴിപാടുകളും കാര്യങ്ങളൊക്കെ അന്ന് ദിവസം വരാറുണ്ട്. അതുപോലെ നമ്മൾ ശത്രു സംഹാര പൂജകൾ, അങ്ങനെയുള്ള പല പൂജകളും വഴിപാടുകളായിട്ട് നടത്തി കൊടുക്കാറുണ്ട്. ആൾക്കാരുടെ ആവശ്യാർത്ഥം ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 10-50ഓളം വീടുകൾ നമ്മൾ ഇവിടെ ഉണ്ട്. പിന്നെ ഉത്സവത്തിന് നാട്ടുകാരുടെ ഒരു വലിയ സഹായം നമുക്കിവിടെ
കിട്ടാറുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രധാനമായിട്ട് കിട്ടുന്നത്. അവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഉത്സവ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നോട്ട് വളരെ സഹകരണത്തോടു കൂടി നടത്തി പോരാറുള്ളത്. നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. കുടുംബങ്ങളെല്ലാവരും സഹകരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു 25 വർഷം മുമ്പാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. ആ ട്രസ്റ്റിൻ്റെ നടത്തിപ്പാണ് ഇപ്പോൾ 25 വർഷമായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ട്രസ്റ്റ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു തറകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള അമ്പലങ്ങളും ഈ നടപ്പന്തൽ മറ്റു മുതലായ കാര്യങ്ങളൊക്കെ അന്നത്തെ രീതിയിലേക്ക് എത്തിച്ചത് നമ്മളെ ട്രസ്റ്റിൻ്റെ ആ ഒരു പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം ആളുകളും ട്രസ്റ്റ് ബോർഡിനോട് സഹകരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. 1998 നമ്മൾ ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. ഏതാണ്ട് 25 വർഷത്തോളമായി. അപ്പം അങ്ങനെ നല്ല രീതിയിൽ പരിപാടികളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇനിയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. ഈ അമ്പലത്തിന് മൊത്തം എത്ര സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത്? അത് എങ്ങനെയാണെന്ന് പറയാം. ഈ അമ്പലത്തിന് നമ്മൾ കാരണവരായ വീരഭദ്രൻ എന്ന വല്യച്ഛനാണ് ഇതിന് സംഭാവനയായിട്ട് തന്നത്. 7 സെൻറ്റ് സ്ഥലമുണ്ട് ബഹിയടക്കം. പിന്നെ ഇതിൻ്റെ പുറകേക്ക് ഞങ്ങൾ ഒരു 1.5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുക നാഗപ്രതിഷ്ഠ നടത്താനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇത്രയും 7 സെൻറ്റോളം എടുത്ത് തന്ന് അത് ഞങ്ങൾ നന്ദിയും കടപ്പാടുമുണ്ട്. എപ്പോഴും അത് ഞങ്ങളെ ഓർമ്മയിലുണ്ട്. അതിന് ഞങ്ങൾ അവരെ പിന്നെ ഓർമ്മിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട്. ഉത്സവത്തിൻ്റെ ആഘോഷ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് മാതൃസമിതി എന്ന് കേട്ടിട്ടുണ്ട്. ആ മാതൃസമിതിയുടെ ഒരു മെമ്പറായിട്ടുള്ള സർഷേടത്തിലേക്ക് എന്താ പറയുക പറഞ്ഞത്? ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആഘോഷ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് നല്ല നിലയിൽ പോകുന്നുണ്ട്. പിന്നെ ചെറിയ കുട്ടികളുടെ പരിപാടി, പിന്നെ താലപ്പൊലി 150 പേരോളം താലപ്പൊലി എടുക്കാനുണ്ടാവും. അങ്ങനെ നല്ല നിലയിലൊക്കെയാണ് ഇപ്പോൾ പോണത്. ഈ പരിപാടിയുടെ ഭാഗമായി ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അടുത്ത പ്രദേശത്തുള്ള എല്ലാ നാട്ടുകാരും അതുപോലെ തന്നെ ഞങ്ങളെ കുടുംബ അംഗങ്ങളും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിക്കാൻ എല്ലാ ആളുകളും തയ്യാറാവണമെന്ന് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ പേരിൽ അപേക്ഷിക്കുകയാണ്. ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിപാടിയിലേക്ക് എല്ലാ ആളുകളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സേവനങ്ങളും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇതൊരു ഗംഭീര വിജയമാക്കി തരണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. അമ്മേ ശരണം, ദേവീ ശരണം.